Hello guys, welcome back to our YouTube channel. അങ്ങനെ ഗായ്സ്, അങ്ങനെ ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് പൊതുവെ വീക്കെൻഡ് എന്ന് പറയുന്നത് മൺഡേയും ട്യൂസ്ഡേ ആണ് കേട്ടോ. കാരണം കാർത്തിക്ക് ആ ഒരു 2 ഡേയ്സാണ് ഓഫ് കിട്ടാറ്. എനിക്ക് കാർത്തിയുടെ കൂടെ പുറത്ത് പോകാനാണ് കൂടുതൽ ഇഷ്ടം. ഒറ്റയ്ക്ക് അങ്ങനെ പുറത്ത് പോയി സ്പെൻഡ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ഇന്നൊരു ഓഫ് ഡേയ്സ് വന്നേക്കുവാണ്, മൺഡേ ആൻഡ് ട്യൂസ്ഡേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പുറത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന്. അതാണ് നിങ്ങൾ ഈ ഒരു വ്ളോഗിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻഷുറൻസ് രണ്ട് ഇൻഷുറൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഒറ്റ ഇൻഷുറൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ TK ഓഫീസിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ. വെയിലുണ്ട്, അപ്പോൾ അതാണ് തൊപ്പിയൊക്കെ വെച്ചേക്കുന്നത്. അല്ല സോഫ് വന്നാ ഗായ്സ്, ഈ ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഗായ്സ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബസ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങണം. പിന്നെ വീണ്ടും ബസ് വീണ്ടും അങ്ങനെ ഗായ്സ്, നമ്മളിതേ TK ഓഫീസിലെത്തി. ഞാൻ കൂടുതൽ വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. അതിനുശേഷം നമ്മൾ പോകുന്നത് ബെർലിൻ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത ഞങ്ങൾ അലക്സാണ്ടർ പ്ലാറ്റ്സിൽ വീണ്ടും വന്നെത്തി ഗൈസ്. ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് 3-4ാമത്തെ പ്രാവശ്യമാണ് അലക്സാണ്ടർ പ്ലാറ്റ്സ് വരുന്നത്. കാരണം കറക്റ്റ് ടൈമിൽ അവർ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചു. എങ്ങനെ ഇത് സാധിക്കണമെന്ന് അറിയില്ല. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അലക്സാണ്ടർ പ്ലാസിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ വിചാരിച്ചു ബെർലിൻ സെൻറ്ററിലേക്ക് പോവാമെന്ന്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ഷ്രിംപ് ബോക്സ് വാങ്ങിച്ചു ഞങ്ങൾ. പിന്നെ നഗറ്റ്സ് ബോക്സും വാങ്ങിച്ചു. അതിരുന്ന് കഴിച്ച് നമ്മളവിടെ ഫുള്ള് സ്നൈപ്പ് ഷൂ ഒക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയിട്ടോ. എല്ലാ ഷൂ കടയിലും കയറി നോക്കി. അവസാനം നമ്മൾ ദേ അലക്സ മാളിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. എന്തിനാണെന്നറിയോ? ഇവിടെ നമുക്കൊരു സീറ്റ് മസാജർ ഉണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്. 3 യൂറോയ്ക്ക് നമുക്ക് 10 മിനിറ്റ് മസാജ് ചെയ്ത് തരും. പിന്നെ 4 യൂറോയ്ക്ക് 15 മിനിറ്റ്. അതൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ക്യാപ്പൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ്. ഇഷ്ടമായില്ലേ? സോസൊന്നും ഇല്ല. സോസ് വിളിക്കുന്നത് അത് സോസ് ഒരുമിച്ച് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. സോയാ സോസ് ആയിരിക്കും, ചില്ലി സോസ് പോലത്തെ സോസ് ആയിരിക്കും. ഗൈസ്, ഇപ്പം നമ്മളിതേ ഫുഡ് കോർട്ടിൽ വന്നേക്കാണ് ഇവിടുത്തെ മാളിൽ. അപ്പോൾ നമ്മൾ നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് കാർത്തിക്കൊരാഗ്രഹം. അപ്പോൾ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തോ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചോളൂ. എനിക്കിത് കഴിക്കാൻ അങ്ങനെ ഒരാഗ്രഹം തോന്നി. പക്ഷേ ഞാൻ കുറച്ച് കഴിച്ച് നോക്കും. അപ്പോൾ ഇവിടെ സൈഡിൽ സോസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് ആകെ ആ ഒരു നമ്മൾ ക്യാപ്പുള്ള കടയിൽ നിന്ന് 2 ക്യാപ്പ് വാങ്ങിച്ചു. എനിക്കൊരു ക്യാപ്പും കാർത്തിയൊരു ക്യാപ്പും. അങ്ങനെ നൂഡിൽസൊക്കെ വാങ്ങിച്ച് കാർത്തി ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു കേട്ടോ. കുറേ പേര് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിസ്ത ഫ്ലേവറാണ് പറഞ്ഞത്. കാരണം നമ്മൾ പ്രാഗ് പോയപ്പോൾ അവിടെ നിന്ന് പിസ്ത ഫ്ലേവർ കഴിച്ചില്ലേ. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മൾ 7 മണി 8 മണി 8 മണി ആറായിട്ട് വീട്ടിൽ കയറാൻ നേരത്ത് ചുമ്മാ അലക്സാണ്ടർ പ്ലാസ് നമ്മൾ പോവില്ല എന്ന് വിചാരിച്ച സ്ഥലമായിരുന്നു അല്ലേ? അതെ. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിളിച്ചപ്പോൾ പോവേണ്ടി വന്നു. നമ്മളിന്ന് ബെർലിൻ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീട്ടിലേക്കുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ
ഗൈസ് നെക്സ്റ്റ് ഡേ നമ്മളിതേ മുടി വെട്ടിക്കാൻ വേണ്ടി അങ്ങനെ പോവുകയാണ്. കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, എങ്ങനെ എനിക്ക് ചേരുമോ എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു ലുക്കിൽ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ. നമ്മൾ സലൂൺ എന്ന് പറയുന്നത് സ്റ്റിൽ ഹെയർ എന്ന് പറഞ്ഞ സലൂണാണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ നോക്കിയിട്ട് റേറ്റിംഗ് ഒക്കെ നോക്കി കണ്ടുപിടിച്ചൊരു സലൂണാണ്. അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ എത്തിയതിന് ശേഷം കാർത്തി ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. മുടി വെട്ടിക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്നുള്ള രീതിയിലായിരുന്നു കാർത്തി. അപ്പോൾ എനിക്കിങ്ങനെ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളർ എനിക്ക് ചേരുമോ, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത്. പോയിട്ടുണ്ട്. പോസ്റ്റ് അടിക്കേണ്ടി വരുന്നതാണ്. അങ്ങനെ ഗൈസ് എൻ്റെ മുടി മുറിക്കുകയാണ് അവർ. അപ്പോൾ ഒരു ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഈ ഒരു ലെങ്ത്തിൽ വെച്ച് അവർ കട്ട് ചെയ്തു. എനിക്ക് ഈ ഒരു ലെങ്ത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടപ്പോൾ ഈ ഒരു ലെങ്ത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കുറേ നാൾ ലോങ് ഹെയർ ആണ്, പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല. ഇനിയാണ് ഗൈസ് കളർ ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവർ ടീയും കോഫിയോ വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചതുകൊണ്ട് ഞാൻ വെള്ളം പറഞ്ഞു, കാർത്തിയും വെള്ളം പറഞ്ഞു. അങ്ങനെ കാർത്തിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ അവർ കളറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പയ്യെ കളറ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ ഹൈലൈറ്റ്സ് പോലെയാണ് കളർ കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, അവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ പോസ്റ്റ് അടിച്ചിട്ട് ഞാൻ പുറത്ത് നമ്മളെ സ്കൂട്ടർ എടുത്ത് നമ്മൾ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമെന്ന്, ഗ്രോസറിയൊക്കെ ഒന്ന് പോയി സെറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോയി നോക്കിയിട്ട് വരാം, കണ്ടിട്ടറിയാം എന്താവും. ഓക്കെ, ബൈ ബൈ. പുറത്തിറങ്ങിയപ്പോൾ ആണെങ്കിൽ പണ്ടാറായിട്ട് പുറത്ത് വയ്ക്കാൻ മുട്ടിയിട്ട് പോകണ്ട. അത് കഴിഞ്ഞ് അടുത്തുള്ളൊരു വാട്ടർ പ്രോസസ്സിൻ്റെ അടുത്തൊരു ലൊക്കേഷൻ കാണിച്ചു. പണ്ടാറാണ്ട് ഇവിടെ സ്കൂട്ടർ എടുത്ത് വന്നപ്പോഴത്തേക്കും സാധനം ഔട്ട് ഓഫ് സർവീസാണ്. ഇനിയിപ്പോൾ എവിടെ പോയി മുള്ളും എൻ്റെ തമ്പുരാനെ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ആലോചിക്കാം. സമാധാനമായി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ അവിടെ ഫ്രീ ആയിരുന്നു കേട്ടോ. ഇവിടെ കാശ് കൊടുക്കേണ്ടതൊന്നുമില്ല. കുൻഫെസ്റ്റ് ഡാം എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കാൻ്റെ അവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ ഉണ്ടാവും. ഞാൻ സ്കൂട്ടറിലാണ്ട് പിന്നെ വലിയ ദൂരം തോന്നിയില്ല. അപ്പം അങ്ങനെ റിലാക്സ്ഡായി. എനിക്ക് വേറൊരു സാധനം കാണിച്ചു. പണ്ട് യുദ്ധത്തിൽ തകർത്തൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. അതിപ്പോഴും അവർ അതേപോലെ തന്നെ വെച്ചേക്കുക. കാരണം വെച്ചാൽ അവർക്ക് ആ ഒരു പഴമയും ഇതൊക്കെ കിട്ടാനില്ല. അവർക്ക് നന്നാക്കാൻ വേണമെങ്കിൽ, പക്ഷെ അവർ നന്നാക്കിയിട്ടില്ല. കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ടോപ്പുണ്ട് വെട്ടിയിട്ട പോലെ. ലക്ഷ്മിയുടെ മുടിയൊക്കെ വെട്ടി എൻ്റെ മോളെ വെട്ടി കവറൊക്കെ ചെയ്ത് കൊള്ളാട്ടോ. വേറൊരു അത് ആദ്യമായിട്ട് സ്റ്റിക്കി റൈസ് മാംഗോ എന്ന് പറഞ്ഞ ഒരു സാധനം ട്രൈ ചെയ്യണം. പറന്തേലും അപ്പോൾ സ്റ്റിക്കി റൈസ് മാംഗോ വേറൊന്നുമില്ല. എൻ്റെ ജസ്റ്റ് മാംഗോ ഷേക്കിൽ കുറച്ച് അരി ഇട്ടുണ്ടല്ലേ, അതാണ്, വേറെ സാധനമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കഴിക്കാനുള്ള സാധനമാണ്, പക്ഷേ ഇത് ഡ്രിങ്ക്സ് ആയിരുന്നു. ഇവിടുന്ന് കഴിക്കണ്ടോ? ഓ, ജർമ്മൻ സായിപ്പ് വന്നിട്ടുണ്ട് ഒരാൾ. മുടിയൊക്കെ വെട്ടി മുടിയൊക്കെ കളർ ചെയ്ത് എൻ്റെ മോനെ
ജർമ്മൻ മത എൻ്റെ പാർട്ടി ഷോ അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് മാക്ഡിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഡോണർ ഷോപ്പിൽ ഭയങ്കര തിരക്ക്, അതുപോലെ തന്നെ ഇരിക്കാനൊന്നും സീറ്റില്ല. അതുകൊണ്ട് മാക്ഡിന്ന് കഴിക്കുകയാണ്. ചിക്കൻ വാങ്ങിച്ചു ഗൈസ്, ഫുൾ ചിക്കൻ. ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവല്ല, ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ പോയ ഏകദേശം ഒരു 4 മിനിറ്റിനുള്ളിൽ വരും ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇന്നലെ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് അറിയുന്നത് വീഡിയോ എൻഡിങ് ആയിട്ട് ഒന്നുമില്ലാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗൈസ് എൻഡ് ചെയ്യാമെന്ന് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇപ്പോൾ ഇതേ ഫസ്റ്റ് ഡേ ആണ്, നല്ല അടിപൊളിയായിട്ട് ഹെയർ കിടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്തതിൽ അങ്ങനെ വിഷമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻസിൽ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ബൈ.